ഞങ്ങൾ ബലിയർപ്പണത്തിനായണയുന്നിതാ ഞങ്ങൾ ബലിയർപ്പണത്തിനായണയുന്നിതാ നാഥന്റെ കാൽവരിയാകത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ നാഥന്റെ കാൽവരിയാകത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ ഞങ്ങൾ ബലിയർപ്പണത്തിനായണയുന്നിതാ നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ കാൽവരിമലമുകളിൽ തിരുനാഥനേകിയ ജീവാർപ്പണം അന്നാ കാൽവരിമലമുകളിൽ തിരുനാഥനേകിയ ജീവാർപ്പണം പുനരർപ്പിക്കുമീ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ പുനരർപ്പിക്കുമീ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ അണയുന്നിതാ ഞങ്ങൾ ബലിയർപ്പണത്തിനായി അണയുന്നിതാ നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടീ ബലി
അനുരഞ്ജിതരായിത്തീർന്നീട നവമൊരു പീഠമൊരു പീഠ ഗുരുവിൻ സ്നേഹമൊഴിയാകം ഇരുമുമ്പാകെ അടച്ചീട അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരു വയൊടി ബലി അർപ്പിക്കാം. ഉന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയപ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഇനിയൊരു കുറവും എനിക്കില്ല. പുൽത്തകിഴികളിൽ നീ കനിവാർന്നെന്നെ നയിക്കുന്നു. അരുവിയിലേക്കു പ്രശാന്തതയിൽ എന്നെ നടത്തുന്നു. നേർവഴി നിത്യം മുന്നിലൊരുക്കുന്നു. അങ്ങേ ചെങ്കോലും വടിയും ഭൂമിയിലാശ്വാസം. അങ്ങേ സാമീപ്യം എന്നെ നിർഭയനാക്കുന്നു. ശത്രുഗണത്തിനുമേൽ നല്ല വിരുന്ന്
എന്നുമൊരുക്കുന്നു, തിരുഹൃദയത്തിൽ വാസമൊരുക്കുന്നു. ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ. ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സാമുവേലിൻ്റെ ജനനം. എഫ്രായിം മലനാട്ടിലെ റമാത്തായിമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അവൻ്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം എലീഹുവിൻ്റെയും
എലീഹു തോഹുവിൻ്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സ്വപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയനൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാനിതുവരെ ജീവിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരുവായൂർ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശിതമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തികളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ.
സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 18 മുതൽ 24 വരെ തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മനുവൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ കുർബാനയിലെ അത്യുന്നതമാം സ്വർലോകത്തിൽ എന്ന പാട്ട് പാടിയപ്പോഴച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഈ പാട്ട് കേൾക്കാൻ യൗസേ പിതാവിന് ഭാഗ്യം കിട്ടിയ അനുഭവമാണ്. ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലായിരുന്നെങ്കിൽ, ആ ഉറക്കത്തിൽ കേട്ട കാര്യങ്ങളോട് പ്രത്യുത്തരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യൗസേ പിതാവിന് മാലാഖമാർ പാടിയ ആ പാട്ട് കേൾക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിൽ പല പാട്ടുകൾ കേൾക്കാൻ, അനുഗ്രഹീതമായ പല ഗാനങ്ങൾ കേൾക്കാൻ, ദൈവദൂതന്മാരുടെ ഗീതികൾ കേൾക്കാൻ പറ്റാതിരിക്കുന്നത്
നാം ഇനിയും ഉണരാത്തത് കൊണ്ടാണ്. നാം ഇനിയും ആത്മാവിൽ ഉണർവില്ലാത്തവരായതുകൊണ്ടാണ്. ആത്മാവിൽ ഉണർന്നാൽ നമുക്ക് ഏറെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അച്ഛൻ അത്തരത്തിലുള്ള ഒരു കാഴ്ച, ആത്മാവിലെ ഉണർവിൻ്റെ ഒരു അനുഭവം ഈ കുർബാനയുടെ ഇതുവരെയുള്ള സമയത്തിനിടയ്ക്ക് കണ്ടത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഒരു ദിവസം അച്ഛൻ ഒരു പള്ളിയിൽ നിന്ന് മാറ്റം കിട്ടി പോകുമ്പോൾ അച്ഛന് ഒരു സമ്മാനം ഒരാൾ കൊണ്ടുവന്ന് തന്നു. ഇന്നലെ നിങ്ങൾ വലിയ സമ്മാനമൊക്കെ അച്ഛന് തന്നു. അച്ഛനത് കുർബാനയുടെ റെക്കോർഡ് ചെയ്യുന്ന പോലെ റെക്കോർഡിട്ട് ഫേസ്ബുക്കിലിട്ടു. കുറേ ആളുകളൊക്കെ പല ഇടവകളിൽ നിന്ന് പല ഇടവകളിൽ നിന്ന് വിളിച്ചു. അച്ഛാ, അവിടെ ഭയങ്കര ആഘോഷമായിരുന്നല്ലോ, വലിയ സംഭവമായിരുന്നല്ലോ. നമുക്കറിയാം വലിയ സംഭവമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിങ്ങനെ പലരുമൊക്കെ കാണുമ്പോൾ അന്നനാട് ഇടവയെക്കുറിച്ച് ആളുകൾക്കൊക്കെ വലിയ മതിപ്പുണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛനത് ഇട്ടത്. പൗരോഹിത്യം ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥ. ഒരാൾ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അതിൻ്റെ ആന്തരിക അർത്ഥം അച്ഛന് തോന്നിയെങ്കിലും അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ബർത്ത്ഡേ അല്ല ഇന്നെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ല, പക്ഷേ അച്ഛൻ്റെ രണ്ടാമതുള്ള ജനനത്തിൻ്റെ ദിവസമല്ലേ അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച ദിവസം. തിരിച്ച് തന്നെ ഒരു അപ്പം ഞാൻ പറഞ്ഞു, ശരിയാ, ആ അർത്ഥത്തിൽ തന്നെ ഞാൻ അച്ഛൻ മനസ്സിലാക്കിയിട്ടാണ്. ഇനി അച്ഛൻ മനസ്സിൽ വന്ന ചിത്രം, അച്ഛൻ മാറ്റം കിട്ടിയ ഒരു ഇടവയിൽ നിന്ന് പോരുമ്പോൾ ഒരു സമ്മാനം അച്ഛന് കൊണ്ടുവന്ന് തന്നത് അച്ഛൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച്, വലുതായിട്ട് വരപ്പിച്ച് അങ്ങനെ ഒരു ഫോട്ടോ അച്ഛനെ കൊണ്ടുവന്ന് തരികയാണ്. അച്ഛനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ഇതിനു വേണ്ടിയാ നീ അച്ഛൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞതല്ലേ? അതെ അച്ഛാ. ആ മനുഷ്യനങ്ങനെ ചെയ്തതിൻ്റെ കാരണം അദ്ദേഹം ഭയങ്കരമായൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ക്രിസ്മസിന് പാതിരാ കുർബാന കഴിഞ്ഞ് ഭാര്യയും മക്കളുമൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണർന്നുള്ളൂ. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി കുറേ ഗുണ്ടും പടക്കമൊക്കെ വാങ്ങിയിരുന്നു. അത് ഒരു കൂട്ടിലാക്കി തീപ്പെട്ടി എടുത്ത് ഇറങ്ങിയിട്ട് കത്തിച്ച് ഓരോ വീട്ടിലേക്കും ഗുണ്ട് കത്തിച്ച് പാതിരിക്ക് ഓരോ വീട്ടിലേക്കും എറിയുകയായിരുന്നു. എന്തായിരിക്കും ആളുകൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്തെന്നറിയാം. അങ്ങനെ പൈങ്കുളം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ചു എത്തിയേക്കുന്ന ദിവസങ്ങളിലാണ് അച്ഛൻ ആ ഇടവയിൽ ചെല്ലുന്നത്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, അച്ഛാ എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ, എൻ്റെ ഭാര്യയെയും എൻ്റെ അനിയനെയും കൊല്ലണം. അതിൽ കൂടുതലൊരു ലക്ഷ്യം ജീവിതത്തിലില്ല. മോനെ നീ എന്തായി പറയാ? മനസ്സിലായോ? ആ മനുഷ്യനാണ് അച്ഛന് ഈ സമ്മാനം കൊണ്ടുവന്ന് തന്നത്. അതെ, ആ മനുഷ്യൻ അതിലൂടെ പറയാന്ന്, അച്ഛാ അച്ഛനേക്കാൾ കൂടുതൽ അച്ഛൻ്റെ അപ്പനെയും അമ്മയെയും ആണ് ഞാൻ ബഹുമാനിക്കുന്നത്. ആ മനുഷ്യൻ എന്തുമാത്രം മാറ്റമൊന്നും ചോദിച്ചാൽ അച്ഛന് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഉണർവിൻ്റെ വരം തരുന്നത്, ഈ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രഹസ്യം എന്താ? യോസേപ്പ് ഉണർന്നു. എന്തിനാ? ഭാര്യയെ അവൾ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ. ഈ ഒറ്റ സത്യം, ഈ ഒറ്റ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുമെന്നറിയോ? ഈ ഒറ്റ വചനം പതിഞ്ഞാൽ അന്നനാട് ഇടവയിൽ ഒരു വിശ്വാസിയും ഒരു സത്യക്രിസ്ത്യാനിയും ക്രിസ്മസിന് മദ്യപിക്കില്ല, ഒരു കാലത്തും മദ്യപിക്കില്ല. ഞാൻ പറയും, മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ പാപം എന്നത് അവനിൽ ഈ ഒരു വചനം പോലും ഭാര്യയായ ഒരു മനുഷ്യ വ്യക്തിയായി സ്വീകരിക്കണമെന്നുള്ള അടിസ്ഥാനപരമായ മിനിമം ബോധ്യം പോലും, മിനിമം വിവരം പോലും ഇല്ലാത്തവൻ മാത്രമേ മദ്യപിക്കൂ. ഒരു മനുഷ്യ സ്ത്രീയാണത്, മനുഷ്യ ശരീരമാണത് എന്ന ബോധമുള്ള മനുഷ്യൻ ഒരിക്കലും മദ്യപിച്ച് ഭാര്യയുടെ അടുത്ത് ചെല്ലില്ല. മദ്യപിച്ച് വാഹനം ഓടിച്ചാല് ലൈസൻസ് കട്ടാക്കും. മദ്യപിച്ച് കുടുംബജീവിതം എന്ന വാഹനം ഓടിച്ച ഒരു കുഴപ്പമില്ല, അത് വിൽക്കപ്പെട്ട വസ്തുവല്ലേ. മഹാപാപമാണത്.
ഇന്നത്തെ ലേഖനത്തിൽ ആദ്യ വാചകത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നത് കേട്ടോ. മഹാപാപമാണിത്. രണ്ടാമത്തെ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്കാണ് അത്യാഗ്രഹം. അച്ഛൻ പെട്ടെന്ന് ഓർത്തു പോയത് കച്ചവടക്കാരെയാണ്. ഏത്തപ്പഴത്തിന് 4 കിലോയ്ക്ക് 100 രൂപ എന്നാണ് പല സ്ഥലത്ത് വെച്ച് ഇന്നലെ വണ്ടി ഓടിച്ചപ്പോൾ ബോർഡ് കണ്ടു. കൃഷിക്കാരൻ 10 മാസം ഇത് നട്ടു വളർത്തി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് കിലോയ്ക്ക് എത്ര രൂപയാ? അത് ഒരു കടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കടക്കാരന് കിട്ടുന്നത് ഇതിലും ഇരട്ടി, ഇവന് കഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ഒരു ദിവസം അല്ലെങ്കിൽ അരമണിക്കൂർ കടയിൽ വെച്ചാൽ കിട്ടും. അത്യാഗ്രഹം. അങ്ങനെ കച്ചവടക്കാരുടെയും പിന്നെ ഈ റിയൽ എസ്റ്റേറ്റുകാരുടെയൊക്കെ ലാഭത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ അത്യാഗ്രഹം കാരണമാണ് പല കുടുംബങ്ങളും നശിച്ചു കെട്ടുപോകുന്നത്. ചില ഭർത്താക്കന്മാരുണ്ട് കല്യാണം കഴിക്കുന്നത് ഭാര്യയല്ല, ഭാര്യ വീട്ടിലെ സ്വത്താ, ഭാര്യയല്ല ഭാര്യയുടെ ജോലിയാ, അല്ലാതെ വ്യക്തിയല്ല. ഇഷ്ടം പോലെ കുടുംബങ്ങളിലുണ്ട് അങ്ങനെ. എന്നിട്ടും ഒക്കെ സന്തോഷമാകാൻ ശ്രമിക്കുകയാ. അടിസ്ഥാനപരമായി നിങ്ങൾ വിവാഹം ചെയ്തപ്പോഴത്തെ മഹാപാതകം ഒന്ന് ഏറ്റുപറയാൻ പറ്റിയാൽ, അച്ഛാ ഞാൻ എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയെ അല്ല, അവളുടെ ജോലിയെയാണ്. ഞാൻ കല്യാണം കഴിച്ചത് അവളുടെ കുടുംബത്തിലെ സ്വത്തിനെയാണ്. അതുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, അംഗീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെന്ന മഹാപാതകം എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു കിടക്കുകയാണ് അച്ഛാ എന്നൊന്ന് ഏറ്റുപറയാൻ പറ്റിയാല് യൗസേപ്പും മറിയത്തെ സ്വീകരിച്ചതുപോലെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റും. കുടുംബവും മക്കളുമൊക്കെ അനുഗ്രഹീതമാകും. അനേകം കുടുംബങ്ങൾ നമ്മിലൂടെ അനുഗ്രഹീതരാകും. പക്ഷേ ആ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അച്ഛനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:1-12 കൊണ്ടുപോവുകയാ. പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കാനാ. ഇതുപോലെ തന്നെ ഒരു പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് മാലാഖ ഉണർത്തിയപ്പോഴേ ഉണർന്നതുപോലെ ഞങ്ങൾ വൈദികർ ഉണർന്നെങ്കിൽ സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അച്ഛൻ ഇന്നലെ ഒരു മരിച്ചടക്കിന് പോയ കഥ പറഞ്ഞു. അവിടെ ആ വീട്ടിൽ അച്ഛൻ 12 മണിയായപ്പോൾ എത്തി. ഒരു ഒപ്പീസിയല്ലേ. അപ്പോൾ ഒപ്പീസിയിൽ ഇങ്ങനെ മാറി നിന്നപ്പോൾ അച്ഛൻ അന്ന് 40 കൊല്ലം മുമ്പ് കൊച്ചച്ഛനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അവൻ എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഈ 40-45 കിലോമീറ്റർ അകലെ നിന്ന് ഇങ്ങനെ വന്നല്ലോ. ഞങ്ങളുടെ വികാരച്ഛൻ മരിച്ചാലൊന്നും മരിച്ച വീട്ടിലൊന്നും അങ്ങനെ മരിച്ചടക്കിന് പോലും വരാറില്ല അച്ഛാ. കൊച്ചച്ഛനെ വിടുള്ളൂ, ഒരു വീട്ടിലും വരാറില്ല. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി, എന്നെക്കാളൊരു 10 വയസ്സും കൂടി താഴെയുള്ള പ്രായമുള്ള അച്ഛനാണല്ലോ. പക്ഷേ പെട്ടെന്ന് ഓർത്തു, ഇല്ല അത് അച്ഛൻ്റെ കുഴപ്പമല്ല. അച്ഛനൊരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ഈ കൊറോണ കാലത്ത് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരും ആസ്മയുള്ളവരും അതുപോലുള്ള ആളുകൾ ആരും പള്ളിയിൽ 9 മാസമായിട്ടും വരാത്ത എന്തോരം ആളുകളുണ്ട്. പക്ഷെ ആളുകൾക്ക് ആ അച്ഛൻ്റെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണില്ല, പരാതി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അച്ഛൻ ഓർത്ത് പോയി തമ്പുരാനെ. പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഈ പ്രദേശത്തെ ഹെൽത്ത് വർക്കേഴ്സിനെയാണ്. ജിൻസിന് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അച്ഛന് ഫോണിൽ വിളിച്ചു ഒരാൾ, ഹെൽത്ത് വർക്കർ. അച്ഛന് കുറേ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അച്ഛൻ പുറത്തിറങ്ങാൻ പാടില്ലാട്ടോ, അച്ഛൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അസുഖങ്ങളാ? അല്ല അച്ഛന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അസുഖങ്ങളുള്ളതല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അല്ല വീണ്ടും പറയുക. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് കൂടുതൽ വിഷമം തോന്നി. ഇടവക്കാരുത്തിയായ ഒരാൾ അച്ഛനോടത് പറയുന്നത്. ഞാൻ വിചാരിച്ചു വേറെ ഏതോ ജാതിയിൽപ്പെട്ട ആളാ, അച്ഛനെ അറിയാൻ പാടില്ലാത്ത ആളാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടി മോളെ, അച്ഛന് ഹാർട്ടിന് പ്രശ്നമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, യാതൊരു മരുന്നും അച്ഛൻ കഴിക്കുന്നുമില്ല. പിന്നെ എന്താ ആരോഗ്യ പ്രശ്നമാണെന്നാ പറയുന്നേ? അത് ശരി. അച്ഛനിത് ഇന്നലെ ഓർത്തത്, ഈ പറഞ്ഞ അച്ഛനേക്കാൾ 10 വയസ്സ് താഴെയാണെങ്കിലും അച്ഛന് പോകാൻ പറ്റുന്നില്ല ഒരു വീട്ടിലേക്കും. കാരണം ഈ കൊറോണ കാലത്ത് പോകാൻ പാടില്ലാത്തതുകൊണ്ട്. അച്ഛന് ഇത്ര ആരോഗ്യം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ, അച്ഛൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആരോഗ്യം, അതിലൂടെ ലഭിച്ച ആരോഗ്യം ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ് പോകാൻ പറ്റില്ല. 40 കൊല്ലം മുമ്പ് കൊച്ചച്ഛനായിരുന്നൊരു പള്ളിയിൽ ഒരാൾ മരിച്ചിട്ട് അവിടെ ഒരു പോവുക എന്നുള്ളത് തമ്പുരാനെ തോന്നൽ തന്നില്ലായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്കൊക്കെ ഇഷ്ടം പോലെ പ്രേരണകൾ, നല്ല നല്ല തോന്നലുകൾ ദൈവം തരുന്നുണ്ട്. ദൈവം തരാഞ്ഞിട്ടല്ല.
ദൈവം നമുക്ക് ആധ്യാത്മികമായ ഉണർവിൻ്റെ, മാനസാന്തരത്തിൻ്റെ, കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ നൽകാഞ്ഞിട്ടല്ല, വിനയത്തോടെ അത് സ്വീകരിക്കാനും അതിനോട് പ്രത്യുത്തരിക്കാനും, അങ്ങനെ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം അനുഗ്രഹീതമാകാനും നാം മനസ്സ് വെക്കാഞ്ഞിട്ടാണ്. ഈ ആഗമനകാലം ക്രിസ്തുവിനെ ദർശിക്കാനായിട്ട് ഏറ്റവും ആദ്യമായും പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് യൗസേപ്പ് പിതാവ് മറിയമെന്ന പെൺകുട്ടിയിൽ, ഗർഭിണിയായ മറിയമെന്ന സ്ത്രീയിൽ, അവളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു എന്നുള്ളതാണ്. പുൽക്കൂട്ടിലെ കാഴ്ചയും ഉയിർത്ത കർത്താവിനെ കാഴ്ചയുമൊക്കെ, അതാണല്ലോ ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ, ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഈ പുൽക്കൂട്ടിലെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ജീവിത പങ്കാളിയുടെ കണ്ണുകളില്, ജീവിത പങ്കാളിയുടെ ഹൃദയത്തിന്റെ വ്യഥകളില്, സംഘർഷങ്ങളില്, അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാനുള്ള കാഴ്ച കിട്ടിയാൽ നമുക്ക് ക്രിസ്മസ് ഉണ്ടാകും, ഈസ്റ്റർ ഉണ്ടാകും. അതില്ലെങ്കിൽ ഇതൊക്കെ ആഘോഷിക്കുന്ന, ക്രിസ്തുവിനും ക്രിസ്തീയതയ്ക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കപട ക്രിസ്ത്യാനികളായിട്ട് നാം തീരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവഗതിയുടെ മുഖമുദ്ര, ഒരു സംശയമില്ല. അതുകൊണ്ട് ആഘോഷിക്കണം. ക്രിസ്ത്യാനി ക്രിസ്മസ് ദിനത്തിൽ മദ്യപിച്ചില്ലെങ്കിൽ എങ്ങനെ ക്രിസ്ത്യാനി ആവണമെന്ന മാരക പാപമാണ്. അച്ഛൻ പല പള്ളികളിലും ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ മദ്യപിച്ച് ഒരെണ്ണം പോലും ഇന്ന് കുർബാന സ്വീകരിക്കരുതെന്ന്. വളരെ ധൈര്യമായിട്ട് അച്ഛൻ പറയും, യോഗ്യതയില്ല, പാപം ചെയ്തിട്ട്, മാരക പാപം ചെയ്തിട്ട്, കുടുംബത്തിലെ മക്കളെ പോലും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ പാത്രം തല്ലി ഭക്ഷണം എറിഞ്ഞു കളഞ്ഞിട്ട് അവന് വന്ന് പിറ്റേ ദിവസം കുർബാനയെ കൊള്ളാൻ ഒരു വിഷമമില്ല. അതുകൊണ്ട് പള്ളി കയറാൻ യോഗ്യതയില്ല. ഒരു സംശയമില്ല അച്ഛനില്ല. നിങ്ങൾ എന്ത് പ്രതികരിച്ചാലും ഒരു പേടിയില്ല. 40 കൊല്ലം യാത്ര ചെയ്തിട്ടാ പറയുക. ധൈര്യമായിട്ട് ഞങ്ങൾ അച്ഛന്മാർ പത്രോസ് ഉണർന്നതുപോലെ ഉണരാൻ ഞങ്ങൾ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് ആ സഭ ഇങ്ങനെയാകുന്നത്. തെറ്റാണെന്ന് പറയാൻ മെത്രാന് പോലും ധൈര്യമില്ലാത്ത കാലമാണ്. കാരണം എന്താ? തനിക്ക് കിട്ടേണ്ട സ്ഥാനത്തെ കുറിച്ച് വല്ലാതെ അങ്ങോട്ട് മത്ത് പിടിച്ചിട്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല. ഇതൊക്കെ പാപത്തിന്റെ അവസ്ഥ തന്നെയാ. കർത്താവ് നമ്മെ ഉണർത്തണ യൗസേപ്പിനെ ഉണർത്തിയതുപോലെ, യൗസേപ്പിനേക്കാളും വലിയ ഒരച്ഛനുമില്ല, മെത്രാനുമില്ല. യൗസേപ്പിനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ ഭാര്യയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാണ്. ആർക്കും അറിയാൻ മേല, പക്ഷേ എനിക്കറിയാം. അതുകൊണ്ട് നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്ക് സഭയെ സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ. അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. പള്ളിയിൽ ലൈറ്റുകൾ, ഈ മുകളിലുള്ള ലൈറ്റുകളൊന്നും ഓൺ ചെയ്തിരുന്നില്ല. അപ്പോൾ ജിൻസനില്ല, ആഷിക്ക് മാത്രമേ ഉള്ളൂ. അവൻ ജോബുകുറ്റി കത്തിക്കാൻ പോയിരിക്കുക. പള്ളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ആഷിക്ക് ആ ലൈറ്റൊന്നും ഇട്ടേടാ, ലൈറ്റ് ഇല്ലടാ എന്ന് പറയാൻ തോന്നിക്കുന്നില്ല. കാരണം അതൊക്കെ അച്ഛൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ കപ്പ്യാർ ചെയ്യട്ടെ. കപ്പ്യാർ കൊറോണയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണയൊക്കെ മാറിയിട്ടവൻ്റെ നിരീക്ഷണത്തിലാ ഇപ്പോഴൊരാഴ്ച, അത്രയേ ഉള്ളൂ. എന്നാലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ഈ ഉത്തരവാദിത്വ ബോധമില്ലായ്മയിൽ നിന്ന് യൗസേപ്പിനെ ഉണർത്തി. യൗസേപ്പിന് ഇത് എൻ്റെ കൊച്ചല്ലല്ലോ, അപ്പം ഞാൻ എന്തിനാ പാട് കഴിക്കണേ? അതെ മോനെ, നിന്റെ കൊച്ചല്ല, എൻ്റെ കൊച്ചാ. ചില അമ്മമാരുണ്ട്, ചില കൊച്ചമ്മമാരുണ്ട്, എൻ്റെ കൊച്ചിനെ തുടരുതാരും ഇങ്ങനെ പറയുന്നവരുണ്ട്. എനിക്ക് ചിരി വരുതൊക്കെ കേൾക്കുമ്പോൾ. പ്രസവിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, എൻ്റെ കൊച്ചിനെ തുടരുതാരും. എൻ്റെ തമ്പുരാനി പൊട്ടി പെണ്ണ്, പൊട്ടി പെണ്ണല്ലേ അങ്ങനെ പറയണേ? അവളുടെ കുട്ടിയാ, തമ്പുരാൻ തന്ന ദാനല്ലേ, അതിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതെന്തിനാ? ആ കുഞ്ഞിലൂടെ അവിടുന്ന് ഉദ്ദേശിക്കുന്ന ദൈവികമായ രക്ഷാകര പദ്ധതികൾക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കാതെ എൻ്റെ കൊച്ച് എന്നുള്ള പരിമിതമായ അർത്ഥത്തിൽ കണ്ടാൽ തമ്പുരാന് പോലും വേദന തോന്നും. ഇങ്ങനൊരു ദാനം ഈ കുഞ്ഞിൻ്റെ ഇവളുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചല്ലോ എന്ന് ഓർത്ത്. അമ്മായിയമ്മ എടുത്താൽ പാടില്ല. 10 പെറ്റ അമ്മയ്ക്ക് ഇന്നലെ പ്രസവിച്ച് ഈ പെൺകുട്ടിയേക്കാൾ കൂടുതൽ കൊച്ചിനെ എടുക്കാനുള്ള വിവരം ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ?
അതില്ല പലർക്കും ഇന്ന്. കാരണം ഇത്തിരി വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ അറിവുണ്ടെന്ന വിചാരം. വൃദ്ധനായ ഒരപ്പൻ്റെ ഒരമ്മയുടെയൊക്കെ വിവരത്തിൻ്റെ 10-1 വികാരിച്ചനായി എനിക്കില്ല. പല സഹന വഴികളിലൂടെ കടന്നു പോകുന്ന പല മനുഷ്യരുടെയും വിവരത്തിൻ്റെ 4-1 അച്ഛനില്ല. ആ ബോധ്യത്തോടെ അച്ഛൻ ഓരോരുത്തരുടെയും മുമ്പിൽ നിൽക്കുക. കാരണം ജീവിതത്തിലേറെ വേദനകളിലൂടെ ജീവിതം പഠിച്ചവരാണ്. അവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും ആ ബഹുമാനത്തോട് മാത്രമേ അച്ഛൻ നിൽക്കാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യൗസേപ്പ് പിതാവിലുണ്ടായതുപോലത്തെ ഒരു മാനസാന്തരം നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ബന്ധുക്കൾ, മക്കളോട്, ജീവിത പങ്കാളിയോട്, സഹോദരങ്ങളോടൊക്കെ ഉണ്ടാകാനുള്ള കൃപ തരണേ, വെളിച്ചം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപദേശനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും മാർ ആന്റണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച സ്നേഹാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ആഗമനത്തിന്റെ ഫലമായി ലോകം മുഴുവനും ആധ്യാത്മിക ജീവൻ പ്രാപിക്കട്ടെ. മാനവ സമൂഹമാകെ അങ്ങയുടെ തിരുക്കുമാരനിൽ നിന്ന് കൃപയും സത്യവും സ്വീകരിച്ച് ജീവന്റെയും രക്ഷയുടെയും കൂദാശയായ സഭയിൽ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കണ്ടു ഞാൻ കാസയിൽ കണ്ടു നീ തുള്ളികൾ ലീലാസയിൽ പിഴയും എന്റെ പ്രാണന്റെ പ്രാർത്ഥന
അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സാധനവും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ എന്നേക്കും ആമേൻ. ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ. ആമേൻ. മാർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായുക്കളിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വാഴ്ത്തുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ രക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ.
ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം ഇസഹാക്യാകോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഈശനു സദരം ഓശാന 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 ഈശനു സദരം ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു പാലിലേവം ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാ നിറയുന്നു തിരുനാമമേ. ഓശാന ഈശനു സദരം ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള
അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും, ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും, മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടിയും വിവിധ സ്ഥലങ്ങളിൽ നീ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും
വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ, വാഗ്ദാന പേടകത്തിൻ്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന
രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ. മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ ശ്രീകത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ ശ്രീകത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും
നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. കാരുണ്യമായി എൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവിൻ മെഴുതിരിയാ ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ മനസ്സൊരുവിൻ മെഴുതിരിയാ ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യ ജീവൻ നൽകുമപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യ ജീവൻ നൽകുമപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിലേറ്റുവാങ്ങിടാ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഈ ഇടവക കാഞ്ഞിരത്തിങ്കൽ ബാബു ബീന ദമ്പതികളുടെ മകൻ ബിബിനും, പരിയാരം ഇടവക തെക്കിനേത്ത് ജോസ് മേരി ദമ്പതികളുടെ മകൾ മിഞ്ചുവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക പള്ളിപ്പാട്ടിൽ ഫെഡറിക് ജിൻസി ദമ്പതികളുടെ മകൾ നിത്യയും, രാജഗിരി ഇടവക പാലപ്പറമ്പിൽ ജോയ് ഡെയ്സി ദമ്പതികളുടെ മകൻ ബിനുവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖാമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവം അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായി ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇന്ന് നേർച്ചയെ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴോ അറിഞ്ഞുകൊള്ളാം. രണ്ടാമത്തെ കുർബാന 9 മണിക്കായിരിക്കുന്നു ഓർപ്പിക്കുന്നു. അടുത്ത ക്രിസ്മസിൻ്റെ കുർബാനയെക്കുറിച്ച് വാട്സപ്പിൽ അച്ഛൻ ഇട്ടിരുന്നു. അഭിയുന്ന പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ ക്രിസ്മസിൻ്റെ രാത്രി 10 മണിക്കായിരിക്കും ക്രിസ്മസിൻ്റെ കുർബാന. പിറ്റേ ദിവസം ക്രിസ്മസ് ദിനത്തിൽ
രാവിലെ 6:30 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്.